ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമുക്ക് റിഡോക്സ് റിയാക്ഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ടീച്ചേഴ്സുമായൊക്കെ സംശയങ്ങൾ ചോദിച്ചുവോ? തന്ന അസൈൻമെൻറ്റ് ചെയ്യാൻ സാധിച്ചോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻസിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരു അസൈൻമെൻറ്റും ടീച്ചർ തന്നത് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ചെയ്തുവല്ലോ. പിന്നെ ടീച്ചർ ഒരു കാര്യം കൂടി പറഞ്ഞത് നിങ്ങൾ ചെയ്തുവോ? ടെക്സ്റ്റിലെ മറ്റ് ക്വസ്റ്റ്യൻസും എക്സർസൈസിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഒന്നിലധികം ഇക്വേഷൻസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ വ്യത്യസ്ത രീതികൾ ബാലൻസിങ്ങിൻ്റേത് നമുക്ക് നന്നായി മനസ്സിലാക്കാനാവും. എല്ലാവരും അത് ചെയ്ത് കാണുമെന്ന് ടീച്ചർ കരുതട്ടെ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ മെത്തേഡായ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ബുക്കും പേനയും ഒക്കെ റെഡിയാക്കി വെക്കുക. ടീച്ചർ പറയുന്നതിനോടൊപ്പം ചില കാര്യങ്ങളൊക്കെ കാൽക്കുലേഷനൊക്കെ നടത്തേണ്ടത് ചെയ്ത് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മളത് എല്ലാ പോയിൻറ്റ്സും നമുക്ക് ക്ലിയറായി മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഫോർ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻസ്. അപ്പോൾ എന്താ ഹാഫ് റിയാക്ഷൻസ് എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കുമല്ലോ. നമ്മളൊരു റിഡോക്സ് റിയാക്ഷനെ രണ്ട് ഹാഫായി, എന്തൊക്കെയായിരുന്നു ആ ഹാഫുകൾ? ഓക്സിഡേഷൻ നടക്കുന്ന ഹാഫും റിഡക്ഷൻ നടക്കുന്ന ഹാഫും. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡിലും റിഡോക്സ് റിയാക്ഷനെ രണ്ട് ഹാഫായിട്ട് ആദ്യം മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയി ബാലൻസ് ചെയ്ത ശേഷം ഫൈനലി വി ആർ ആഡിങ് ദോസ് ടു ഹാഫ് റിയാക്ഷൻസ് ഇൻ ടു ഓവറോൾ റിഡോക്സ് റിയാക്ഷൻ. At that time it will be a balanced redox reaction. So let us discuss the steps of half reaction method. See the slide. Okay. In this method, two half equations are balanced separately and then add together to give the balanced equation. Okay. So the step 1 is produce unbalanced equation for the reaction in ionic form. So just like before in oxidation number method, we are writing first the skeletal form of the equation with their oxidation numbers marked on the top of atoms. Okay. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് ആറ്റങ്ങളുടെ മുകളിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഓക്സിഡേഷൻ നമ്പറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന റൂൾസൊക്കെ കറക്റ്റായി ഒബേ ചെയ്ത് വേണം നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്കെലിറ്റൽ ഫോം ഓഫ് ഇക്വേഷൻ എഴുതുന്നു. ഇനി സ്റ്റെപ്പ് 2ൽ എന്താ ചെയ്യുന്നത് നോക്കൂ. ഇൻ സ്റ്റെപ്പ് 2 സെപ്പറേറ്റ് ദ ഇക്വേഷൻ ഇൻറ്റു ഹാഫ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സ്ലൈഡിലുണ്ട് നോക്കൂ. Fe2 plus Cr2O7 2- gives Fe3 plus Cr3+. So in step 1 write the equation in skeletal form. And what we are doing in step 2, see the slide. Separate the equations into two half reactions. Oxidation half is Fe2 plus gives Fe3+. അപ്പോൾ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം സ്കെലിറ്റൽ ഫോമിൽ തന്നെ Fe2 പ്ലസ് Fe3+ ആയി ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇനി റിഡക്ഷൻ ഹാഫായിട്ട് ഇക്വേഷനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സി ദിസ്. ഇൻ റിഡക്ഷൻ ഹാഫ് Cr2O7 2- gives Cr3+. നോക്കൂ, അവിടെ സിആറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാണല്ലോ. +6 ആണ്. It changes to +3. That means oxidation number decreases and that is reduction reaction. So that part is the reduction half of this redox reaction. Clear ആണല്ലോ? Okay, നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. See, in step 3 balance the atoms other than oxygen and hydrogen in each half reactions individually. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3ൽ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ചുള്ള ബാക്കി എലമെൻസിനെയാണ് ഒന്നാം ഘട്ടമായി ബാലൻസ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ രണ്ട് ഹാഫാക്കി മാറ്റി വെച്ച ഹാഫ് റിയാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കൂ. ഹിയർ ദ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻസ് ആർ ഓൾറെഡി ബാലൻസ്ഡ്. 1 Fe3 plus and 1 Fe2 plus is there. So there is no need of balancing Fe atoms. But what about the reduction half C? In reduction half, we have to multiply Cr3 plus by 2. Why? On the left side there is Cr2. 2 Cr atoms are there. So we have to multiply the right side with 2. The reduction half now is Cr2O7 2 minus gives 2 Cr3 plus. That is step 3. Clear ആണല്ലോ. ഇനി നോക്കൂ step 4ൽ എന്താ ചെയ്യുന്നത്? For reactions occurring in acidic medium, just like we done in oxidation number method, here also add H2O to balance O atoms and H plus to balance H atoms. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അസിഡിക് മീഡിയം ഏതാണെന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുന്നു, അതേസമയം തന്നെ H പ്ലസ് അയോൺസിനെയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഹിയർ സി. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ അസിഡിക് മീഡിയത്തിലാണ് ബാലൻസ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, നൗ വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് Cr2O7 2 minus plus 14H plus gives 2 Cr3 plus plus 7H2O. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അവിടുത്തെ പോസിറ്റീവ് ചാർജുകൾ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ, എന്തുകൊണ്ടാണ് നമ്മൾ 14H പ്ലസ് ആഡ് ചെയ്തത്? അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് അത് പേനയും ബുക്കും വെച്ച് അതൊന്ന് റൈറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ സ്റ്റെപ്പ് 4ൽ പറഞ്ഞത്? വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്ത് വേണം ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാനെന്നാണ്. അപ്പോൾ നമുക്ക് എത്ര ഓക്സിജനാണ് ഇപ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്? ഓക്കെ, 7 ഓക്സിജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര വാട്ടർ മോളിക്യൂൾ ആയിരിക്കും റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യേണ്ടത്? വെരി ഗുഡ്, 7. അപ്പോൾ ഈ 7H2O റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ അയോൺസ് 14 ആണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 14H പ്ലസ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ ടോട്ടൽ ചാർജസ് ഒന്ന് കൗണ്ട് ചെയ്ത് വെച്ചോളണം. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മളത് ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. സി, ഇൻ സ്റ്റെപ്പ് 5 add electrons to one side of the half reaction to balance the charges. ഈ ഘട്ടത്തിലാണ് നമ്മൾ ചാർജസ് ബാലൻസ് ചെയ്യുന്നത്. അതിനായി നമ്മളിവിടെ ഇലക്ട്രോൺസിനെയാണ് ആഡ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഓക്സിഡേഷൻ ഹാഫ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? Fe2 പ്ലസ് ചേഞ്ചസ് ടു Fe3 പ്ലസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര പോസിറ്റീവ് ചാർജാണുള്ളത്? 2 പോസിറ്റീവ് ചാർജ്. റൈറ്റ് സൈഡിലോ 3 പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക് അതിനെ ഈക്വലൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഇലക്ട്രോൺ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലും എത്ര പോസിറ്റീവ് ചാർജ് ആകും? 3 മൈനസ് 1 2 ആകും അല്ലേ? അപ്പോൾ ദ ഇക്വേഷൻ ദെൻ ബിക്കം Fe2 പ്ലസ് ഗീവ്സ് Fe3 പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് റിഡക്ഷൻ ഹാഫിനെയും ഇതുപോലെ ചാർജിൻ്റെ എണ്ണം ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലെ വാട്ടർ ആഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഇക്വേഷനിലെ ചാർജസ് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണം. നോക്കിയോ, എത്ര ഇലക്ട്രോൺസിനെ ഏത് സൈഡിലാണ് ആഡ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 6 ഇലക്ട്രോണിൻ്റെ കുറവ് വരുന്നു, അല്ലെങ്കിൽ അവിടെ 6 പോസിറ്റീവ് ചാർജ് കൂടുതലായി നിൽക്കുകയാണ്. സോ ആഡ് 6 ഇലക്ട്രോൺസ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റിഡക്ഷൻ ഹാഫ്. ഓക്കെ, ആൻഡ് സീ ദിസ്. Now the equation becomes Cr2O7 2 minus plus 14H plus plus 6 electron gives 2 Cr3 plus plus 7H2. ഇനി നോക്കൂ, to equalize the number of electrons on both half reactions, we have to multiply the oxidation half by 6. അപ്പോൾ നമ്മുടെ ഓക്സിഡേഷൻ ഹാഫിൽ നമുക്ക് ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ ആഡ് ചെയ്ത് ഈക്വലൈസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 ഹാഫിനെയും ആഡ് ചെയ്ത് വേണം ഓവറോൾ റിയാക്ഷൻ എഴുതാൻ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ഹാഫിനെ മൾട്ടിപ്ലൈ ബൈ 6. Then it will become 6Fe2 plus gives 6Fe3 plus plus 6 electrons.
we add the two half reactions to achieve the overall reaction and cancel electrons on each side. This gives the net ionic equation as 6Fe2 plus Cr2O7 2 minus plus 14H plus gives 6Fe3 plus 2Cr3 plus 7H2. And thus we are coming to the last step of our equation balancing. See this? We have to check whether all atoms are balanced or not. That is, in step 7, verify that the equation contains the same type and number of atoms and the same charges on both sides. Atoms in the എണ്ണം മാത്രം ആരോ മാർക്കിൻ്റെ ഇരുവശവും സെയിം ആയോ എന്ന് നോക്കിയാൽ പോരാ, പിന്നെ എന്തുകൂടി നോക്കണം, ചാർജസും സെയിം ആണോ, എങ്കിൽ മാത്രമേ നമ്മുടെ ആ റിഡോക്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും ബാലൻസ്ഡ് ആയി എന്ന് നമുക്ക് പറയാനാകും. ഓക്കെ, ദിസ് ലാസ്റ്റ് ചെക്ക് റിവീൽസ് ദാറ്റ് ദ ഇക്വേഷൻ ഈസ് ഫുള്ളി ബാലൻസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് ചാർജസ്. നമ്മളിപ്പോൾ ഈ ബാലൻസ് ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആറ്റംസിൻ്റെ എണ്ണത്തിലും ചാർജസിലും ഫുള്ളി ബാലൻസ്ഡ് ആണെന്ന് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് ഒരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിവിധ സ്റ്റെപ്പുകളിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാമോ? ഓക്കെ, ഇനി നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ചില ആപ്ലിക്കേഷൻ വരുന്ന ഏരിയകളാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തേത് റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ടൈട്രേഷൻസ്. ഹാവ് യു ഹേർഡ് ഓഫ് ടൈട്രേഷൻസ്? അപ്പോൾ നിങ്ങൾക്ക് +2 കോഴ്സിൻ്റെ ഭാഗമായി പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ടാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റ് ഓഫ് പ്രാക്ടിക്കൽസ് ആണ് ടൈട്രേഷൻസ്. അപ്പോൾ ടൈട്രേഷൻസിൽ റിഡോക്സ് റിയാക്ഷൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. സീ ദിസ്, ഇൻ റിഡോക്സ് സിസ്റ്റംസ് the titration method can be adopted to determine the strength of a reductant or oxidant using redox sensitive indicator. നമ്മൾ സാധാരണയായി ടൈട്രേഷൻസിലൂടെ റിഡക്റ്റൻറ്റിൻ്റെയോ ഓക്സിഡൻറ്റിൻ്റെയോ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് റിഡോക്സ് റിയാക്ഷൻസ് പലപ്പോഴും ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും നമ്മളെ സഹായിക്കാറുണ്ട്. അതിൽ തന്നെ വരുന്ന ചില ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രത്യേകത നോക്കൂ, സ്ലൈഡിലുണ്ട്. In one situation, the reagent itself acts as indicator. They are known as self-indicators. See, in one situation, the reagent itself is intensely colored. Reagent തന്നെ colored ആയിരിക്കും. Example, permanganate ion which act as a self-indicator. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. റിയേജൻറ്റ് തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അവരെ വിളിക്കുന്നത് സെൽഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. പെർമാംഗനേറ്റ് അയോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെൽഫ് ഇൻഡിക്കേറ്റർ. അടുത്തത് നോക്കൂ, അനദർ ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ഈസ് ഓക്സിഡൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് റിയാക്റ്റൻ്റ് ഈസ് കൺസ്യൂംഡ് പ്രൊഡ്യൂസിങ് എ ഡ്രമാറ്റിക് കളർ ചേഞ്ച്. അടുത്തൊരു തരം റിയേജൻസ് ആണ് അവസാനത്തെ ഡ്രോപ്പ് റിയേജൻറ്റ് വീണതിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു കളർ ചേഞ്ച് വഴി നമുക്ക് ടൈട്രേഷൻ്റെ റിസൾട്ട് തരുന്നുണ്ട്. ദറ്റ് ഈസ് Cr2O7 2 minus example. See, another type of reagent whose use is restricted like Cu2 or Cu2 plus which is able to oxidize I minus. See the equation, 2Cu2 plus 4I minus gives Cu2 I2 plus I2. ഇത് മറ്റൊരു തരം ടൈട്രേഷന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കൂ, അയോഡിൻ ഇറ്റ് സെൽഫ് ഗീവ്സ് ആൻ ഇൻറ്റൻസ് ബ്ലൂ കളർ വിത്ത് സ്റ്റാർച്ച് ആൻഡ് ഹാസ് എ വെരി സ്പെസിഫിക് റിയാക്ഷൻ വിത്ത് തയോ സൾഫേറ്റ് അയോൺ. സീ ദ റിയാക്ഷൻ, I2 plus 2S2O3 2 minus gives 2I minus plus S4O6 2 minus. അങ്ങനെ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസിന് ടൈട്രേഷൻസിലും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അടുത്ത് പറയുന്നത്. ലിമിറ്റേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ.
നമ്മൾ റിഡോക്സ് റിയാക്ഷനെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചും ഇപ്പോൾ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് നമ്മളിനി അടുത്ത് പറയുന്നത്. ദാറ്റ് ഈസ് സീ ദ സ്ലൈഡ്. ദാറ്റ് ഈസ് oxidation process is visualized as a decrease in electron density and reduction process as an increase in electron density around the atoms involved in the reaction. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് റിഡോക്സ് റിയാക്ഷനെ ഡിഫൈൻ ചെയ്തു. എങ്ങനെയായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നത് റിഡക്ഷനും ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഓക്സിഡേഷനും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെ decrease in electron density is reduction. Oxidation process is visualized as a decrease in electron density. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്സിഡേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. ആ സമയത്ത് എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. പക്ഷേ ഇലക്ട്രോൺ ഡെൻസിറ്റിയോ? ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ്. എന്നാൽ റിഡക്ഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻസ് ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദർ ഈസ് an increase in electron density around the atoms involved in the reaction. Actually this become a limitation of the concept of oxidation number. Okay, അടുത്ത സെഷൻ നോക്കാം. So this is an important application of redox reactions in electrode processes. See the figure. ഈ എക്സ്പെരിമെൻറ്റും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇവിടെ നമ്മളതിൻ്റെ ചിത്രമാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് 2 ബീക്കറുകൾ കാണാം. അതിലെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നോക്കുന്നയാളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും അതിനുള്ളിലേക്ക് ഒരു സിങ്ക് റോഡും ഡിപ്പ് ചെയ്തിരിക്കുന്നത് ആണ് ചിത്രത്തിലുള്ളത്. അതുപോലെ നോക്കുന്നയാളുടെ റൈറ്റ് സൈഡിലുള്ളത് ബ്ലൂ കളേർഡ് സൊല്യൂഷൻ വിച്ച് ഈസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് എ കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്. യു ക്യാൻ ക്ലിയർലി സീ ദ കളർ ചേഞ്ച് ഫ്രം ദ ഫിഗർ. ഇനി നോക്കൂ, ഈ 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ ഒരു കണക്ഷൻ വഴി ബന്ധിപ്പിച്ചൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനം വഴി ഈ 2 ഹാഫ് അല്ലെങ്കിൽ 2 ബീക്കറുകളെയും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ലെഫ്റ്റിലുള്ള ഹാഫ് സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് ഈസ് വൺ ഓഫ് ദ ഇലക്ട്രോഡ്സ് ഓർ ഹാഫ് സെൽസ്. ആൻഡ് ഇൻ ദാറ്റ് ഹാഫ് സെൽ ആക്ച്വലി oxidation will takes place. Zinc changes to zinc 2+ plus 2 electrons. And in the right half or copper sulfate solution dipped with a copper rod. So those Cu2+ ions in the solution gains or attracts those 2 electrons and become Cu atoms. Actually oxidation is happening to the left half and reduction to the right half. ഇതിനെ ആനോഡ് എന്ന് പറയും, ലെഫ്റ്റ് ഹാഫിനെ, റൈറ്റ് ഹാഫിനെ കാഥോഡ് എന്നും പറയും. അതുപോലെ ഇവിടെ ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. സിങ്ക് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺ റൈറ്റ് ഹാഫിലേക്ക് പോകുന്നു. അതുകൊണ്ട് കറണ്ടിൻ്റെ ഫ്ലോ തീർച്ചയായും ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, അല്ലെങ്കിൽ കാഥോഡ് ടു ആനോഡാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. Zn plus Cu2+ gives Zn2++ Cu. ഇനി ഓരോ ഹാഫിൻ്റെ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഓക്സിഡേഷൻ ഹാഫിൽ നടക്കുന്നത് Zn gives Zn2++ 2 electrons. That is oxidation to zinc half cell. അതുപോലെ റൈറ്റ് ഹാഫ് ആയിട്ടുള്ള കോപ്പർ ഹാഫ് സെല്ലിൽ നടക്കുന്നത് Cu2++ 2 electron gives Cu. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് നമ്മൾ ഓവറോൾ റിയാക്ഷൻ Zn plus Cu2+ gives Zn2++ Cu എന്ന റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷനിൽ എത്തുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം വരുന്നത് we can produce electricity from chemicals, or this setup is known as Daniell cell, and this is an example of a zinc copper Daniell cell. അപ്പോൾ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ വഴി
സെൽസിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം കെമിക്കൽസിൽ നിന്നും. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ഇലക്ട്രോഡ് പ്രോസസ്സ്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോഡ് പ്രോസസ്സിൽ റിഡോക്സ് റിയാക്ഷൻസ് വരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ടേംസ് പരിചയപ്പെടാം. See this terms related with electrode process. First one is redox couple. What do you mean by couple? അറിയാം അല്ലേ? അതുപോലെ നമ്മുടെ റിഡക്ഷൻ ഹാഫും ഓക്സിഡേഷൻ ഹാഫും ചേരുന്ന ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് റിഡോക്സ് കപ്പിൾ. A redox couple is defined as having together the oxidized and reduced form of a substance taking part in an oxidation or reduction half reaction. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഫിഗറിൽ കണ്ട സിങ്ക് കോപ്പർ ഡാനിയൽ സെല്ലിൻ്റെ ഓക്സിഡേഷൻ ഹാഫ് ഈസ് ഓർ റിഡോക്സ് കപ്പിളിൻ്റെ ഓക്സിഡേഷൻ പാർട്ട് ഈസ് Zn2+/Zn. അങ്ങനെയാണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ റിഡക്ഷൻ ഹാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Cu2+/Cu എന്നാണ്. So Zn2+/Zn and Cu2+/Cu are redox couples. Clear ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ടേം നോക്കാം. Electrodes. The two half cells of a Daniell cell are called electrodes. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ഡാനിയൽ സെല്ലെന്ന സംവിധാനത്തിൻ്റെ രണ്ട് ഹാഫ് സെല്ലുകളെയും വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്സ്. ഇനി അടുത്ത ടേം നോക്കൂ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ മീൻസ് എബിലിറ്റി അല്ലേ? അപ്പോൾ ദ പൊട്ടൻഷ്യൽ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഇലക്ട്രോഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു ഇലക്ട്രോഡിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് ഐദർ ടു ലൂസ് ഇലക്ട്രോൺസ് ആൻഡ് ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് or to gain electrons and get reduced. So this potential either to lose or to gain is known as electrode potential. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ രണ്ടായി തരംതിരിക്കാം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ ടീച്ചർ നേരത്തെ പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയുമേ ഇവിടെ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മനസ്സിലായല്ലോ. And the last term is standard electrode potential. ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് വച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് പറയുമ്പോഴാണ് നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ വിച്ച് ഈസ് 298 Kelvin, pressure 1 atmos is known as standard electrode potential. It is represented as E0. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് ടേക്കൺ ആസ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വിത്ത് എ പൊട്ടൻഷ്യൽ വാല്യൂ 0 volt. അപ്പോൾ നമ്മൾ ബാക്കി എലമെൻസിൻ്റെ ഒക്കെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്ന ആരെയാണ്? ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ്. അതിനൊരു പേര് പറയും SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ NHE നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ഇയറിലാണ് പഠിക്കുക. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതെന്താണെന്ന് നോക്കാം. ദിസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞുപോയി മെറ്റൽ ആക്ടിവിറ്റി സീരീസ്, അതായത് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വ്യത്യസ്ത തരം ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന കഴിവിനനുസരിച്ച് അവരെ നമ്മൾ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് നമ്മളിവിടെ സിങ്കും കോപ്പറും സിൽവറുമാണ് കൺസിഡർ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ജനറലായിട്ട് എല്ലാ എലമെൻസിനെയും മെറ്റലെന്നോ നോൺ മെറ്റലെന്നോ ഒരു വേർതിരിവും ഇല്ലാതെ എല്ലാ എലമെൻസിനെയും ചേർത്ത് അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു സീരീസ് ഉണ്ട്. അതിനെയാണ് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ്
standard electrode potential is known as electrochemical series. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ E0 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ E0 വാല്യൂസിൻ്റെ ബേസിസിൽ നമുക്ക് എലമെൻസിനെ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്കതിൻ്റെ ഒരു ചിത്രം കണ്ടാലോ? സീ ദിസ്. ഇവിടെ നോക്കൂ, ഫ്ലൂറിൻ മുതൽ ലിഥിയം വരെയാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നും ഡിക്രീസിങ് ഓർഡർ ഓഫ് റെഡ്യൂസിങ് ഏജൻ്റ് എന്നും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂവിനെ ബേസ് ചെയ്താണ് ഈ സീരീസിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ E0 വാല്യൂസും അവിടെ ടേബിളിൽ കാണാം. അവിടെ എങ്ങനെയാണത് ഓക്സിഡൈസ് ആകുന്നത്, എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നും ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാം. ടേബിൾ ശ്രദ്ധിക്കുമല്ലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമുക്കിനി അസൈൻമെൻറ്റ് നോക്കിയാലോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടീച്ചർ ഇന്ന് അസൈൻമെൻറ്റായി തരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ബാലൻസ് ദ ഗിവൺ റിഡോക്സ് റിയാക്ഷൻ ഇൻ ബേസിക് മീഡിയം യൂസിങ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഓക്കെ. MnO4 minus plus I minus gives MnO2 plus I2. ഉത്തരം കണ്ടെത്തി ഇക്വേഷൻ ബാലൻസ് ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. ഓക്കെ. നമുക്ക് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ താങ്ക് യു.